ഇന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയോ എന്നതാണ് ചോദ്യം. ആ ഉത്തരത്തിലേക്ക് വരും മുൻപ് രണ്ട് കാര്യങ്ങൾ വിശദമാക്കാം. ഒന്ന്, മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ സംഘപരിവാർ അനുകൂലമായ മലപ്പുറം വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു പ്രസ്താവന നൽകി ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ഭാഗം, PV അൻവറിനെ അടിക്കാനുള്ള ഏറ്റവും നല്ല വടി ന്യൂനപക്ഷ വിരുദ്ധരാണ് തങ്ങളെന്ന് ആരോപിച്ചുകൊണ്ടിരിക്കുന്നവരെ പ്രതിക്കൂട്ടിൽ നിർത്തത്തക്ക രീതിയിൽ ഒരു ആരോപണം ഉന്നയിക്കുക. ഒപ്പം PV അൻവറിനു പിന്നിൽ അണിനിരന്നിരിക്കുന്നത് സ്വർണ്ണക്കടത്തുകാരും മാഫിയ സംഘങ്ങളും ഹവാല സംഘവുമാണെന്ന് വരുത്തി തീർക്കുക. ഈ ശ്രമമാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തിരഞ്ഞെടുത്ത വഴി അത്യന്തം വിനാശകരമായിരുന്നു എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനത്തെക്കാളേറെ മുഖ്യമന്ത്രിയുടെ ഉത്തരങ്ങളാണ് ദോഷം ചെയ്തതെന്നാണ് എൻ്റെ അഭിപ്രായം. ഉദാഹരണത്തിന്, ഈ PR ഏജൻസി, ആദ്യത്തെ ചോദ്യം, PR ഏജൻസിയായ കേസിനുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? മുഖ്യമന്ത്രി പറയുന്നു, മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ കേസൻ എന്ന് പറയുന്നതല്ല ഒരു PR ഏജൻസിയുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നില്ല. രണ്ടാമത്തെ ചോദ്യം, ഖജനാവിൽ നിന്ന് ഏതെങ്കിലും പണം ഇക്കാര്യത്തിൽ ചിലവാക്കിയിട്ടുണ്ടോ? അതിന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു, ഖജനാവിൽ നിന്നൊരു ചില്ലിക്കാശ് പോലും കേസൻ എന്ന PR ഏജൻസിക്കോ മറ്റൊരു PR ഏജൻസിക്കോ നൽകിയിട്ടില്ല. പക്ഷെ അവിടെയാണ് മറ്റൊരു പ്രശ്നമുണ്ടാവുന്നത്. പണം നൽകാതെ എന്തിനു വേണ്ടിയാണ് ഒരു PR ഏജൻസി മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഹിന്ദു പത്രത്തിന് നൽകാം എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഹിന്ദു പത്രത്തിൻ്റെ ഈ വിശദീകരണത്തെ ഡിസോൺ ചെയ്യുന്നുണ്ട്, അഥവാ ഹിന്ദു പത്രത്തിൻ്റെ ഈ വിശദീകരണത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് CPM നേതാക്കൾ ചർച്ചകളിൽ വന്ന് സംസാരിക്കുന്നതും. മുഖ്യമന്ത്രിയും അത് തള്ളിക്കളയുന്നുണ്ട്. അത് പത്രവും PR ഏജൻസിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ പറയുന്ന TD സുബ്രഹ്മണ്യൻ്റെ റോള് ഇവിടെ ദുരൂഹമായി തന്നെ തുടരുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് PV അൻവറിനെ അടിക്കാൻ വേണ്ടി എന്തുകൊണ്ട് PV അൻവർ മലപ്പുറത്തെ പോലീസിനെതിരെ രംഗത്ത് വന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി PV അൻവർ ആക്രമണം നടത്തുന്ന സമയത്ത് തന്നെ ഒരു തിരക്കഥ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് സെപ്റ്റംബർ 13 മറ്റൊരു PR ഏജൻസി വഴി സെപ്റ്റംബർ 21 8 ദിവസങ്ങൾക്കു ശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയേണ്ട കാര്യങ്ങൾ അതിനു മുൻപ് തന്നെ തയ്യാറാക്കി ഡൽഹിയിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ എത്തിച്ചിരിക്കുന്നത് ഇതേ തിരക്കഥയുടെ ഭാഗമായിട്ടാണ്. PV അൻവറിനെ അടിക്കാനുള്ള ഏറ്റവും മൂർച്ചയേറിയ ആയുധം PV അൻവറിനെ ഒരു കടത്തുകാരനായി, PV അൻവറിനെ ഒരു ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റായി, ഒരു എക്സ്ട്രീമിസ്റ്റിൻ്റെ പ്രതിനിധിയായി, മുസ്ലിം തീവ്രവാദത്തിൻ്റെ പ്രതിനിധിയായി, ഹവാലയുടെ പ്രതിനിധിയായി ഇരട്ടത്ത് നിർത്തുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിച്ചതും ഇതിനാണോ എന്നതാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം 13 ഈ PR ഏജൻസി, കേസിനടക്കമുള്ള PR ഏജൻസികൾ കൊടുത്തിരിക്കുന്ന ഈ പ്രസ് റിലീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി മലപ്പുറത്തെ ഒരു മാഫിയ കേന്ദ്രമായി കാണുന്നുവെന്ന് മാത്രമല്ല, നിരോധിക്കപ്പെട്ട സംഘടനകൾക്ക് വേണ്ടിയാണ് ഈ പണം ഉപയോഗിക്കുന്നത് എന്ന വളരെ അപകടകരമായ ഒരു വാചകം കൂടി 13 പ്രസ് റിലീസിലുണ്ട് എന്ന് ഓർമ്മിക്കണം. ആ വാചകത്തോട് സാമ്യം നിൽക്കുന്ന വാചകമാണ് മുഖ്യമന്ത്രി പറയാതെ തന്നെ മുഖ്യമന്ത്രിയുടേതായി ദ ഹിന്ദു പത്രത്തിൻ്റെ അഭിമുഖത്തിൽ ഈ PR ഏജൻസി വഴി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത്. ദ മണി ഈസ് എൻറ്ററിങ് കേരള ഫോർ ആൻറ്റി സ്റ്റേറ്റ് ആൻഡ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ്. അതായത് 21 മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദേശത്തിനെതിരെയുള്ള കുറ്റകൃത്യമെന്ന് പറഞ്ഞതിനെ ഈ പണം ഹവാല വഴിയും സ്വർണ്ണക്കടത്ത് വഴിയും ഉണ്ടാവുന്ന പണം ആൻറ്റി നാഷണൽ ആൻറ്റി സ്റ്റേറ്റ് ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവെന്നും അതിൽ കരിപ്പൂരിനെ ഒഴിവാക്കി മലപ്പുറം ജില്ല മാത്രമായി പ്ലേസ് ചെയ്യുന്നതിലൂടെയും 13 ഈ പുറത്തിറക്കിയിരിക്കുന്ന പ്രസ് റിലീസും ഇപ്പോൾ 29 ഹിന്ദു പത്രത്തിൽ നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും രണ്ടിൻ്റെയും തിരക്കഥയുടെ മാസ്റ്റർ ബ്രെയിൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാണെന്ന് വ്യക്തമാവുന്നു. ആ ഉദ്ദേശം എന്ന് പറയുന്നത് PV അൻവറിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹവാല, മയക്കുമരുന്ന്, സ്വർണ്ണക്കള്ളക്കടത്ത്, ഇതുകൂടാതെ നിരോധിക്കപ്പെട്ട സംഘടനകൾ, ദേശദ്രോഹ പ്രവർത്തനം നടത്തുന്നവർ, ഇവരുടെ പട്ടികയിലേക്ക് PV അൻവറിനെ കണ്ണിചേർത്ത് പ്രചാരവേളയിൽ നമ്മൾ പറയുന്നത് പോലെ അദ്ദേഹം ഒരു നിരോധിക്കപ്പെട്ട സംഘടനയുടെ, ഹവാലയുടെ, കള്ളക്കടത്തിൻ്റെ ഭാഗമാണെന്ന് സ്ഥാപിച്ചാൽ പിന്നീട് അദ്ദേഹം ഉയർത്തുന്ന ആരോപണങ്ങളെല്ലാം ദുർബലമായി പോകും. അതിനുള്ള ഒരു കൗണ്ടർ പ്രൊപ്പഗാൻഡയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഈ മറുപ്രചരണ വേല
പാളി എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാവുന്നത്. പാളിയതിൻ്റെ തുടർന്ന് മുഖ്യമന്ത്രിക്ക് ഉത്തരം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി മൗനത്തേക്കാൾ കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. കാരണം ഈ ഏജൻസിക്ക് പണം നൽകിയിരുന്നുവെങ്കിൽ, ഇങ്ങനൊരു PR ഏജൻസിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇന്ന് പറഞ്ഞു നിൽക്കാമായിരുന്നു, ആ PR ഏജൻസി ഞങ്ങൾ ചുമതലപ്പെടുത്തിയ ഈ അഭിമുഖം തരപ്പെടുത്താൻ വേണ്ടി ഞങ്ങളുടെ മാധ്യമ സംവിധാനത്തിനുമൊപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു PR ഏജൻസിയാണ് കേസൻ, ആ PR ഏജൻസി തെറ്റായി കൊടുത്തതാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് അതിൽ നിന്ന് തലയുരാം. പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, അങ്ങനെ നമ്മളുടെ ഖജനാവിൽ നിന്ന് പണം പറ്റാതെ മുഖ്യമന്ത്രിക്ക് ഈ കേസൻ എന്തിനിങ്ങനെയൊരു ഉപകാരം ചെയ്തു കൊടുത്തു എന്ന ചോദ്യം പ്രസക്തമാണ്. അപ്പോൾ നിങ്ങൾ പണം പറ്റുന്ന ഏജൻസി ആണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു നിൽക്കാം, പണമല്ലാതെ മറ്റെന്താണ് സുബ്രഹ്മണ്യനും വിനീത് ഹണ്ടയ്ക്കും ഇതിലെ താല്പര്യം എന്നതാണ് ഈ ചോദ്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ ഉത്തരം മൗനത്തേക്കാൾ വളരെ അപകടകരമായ ഒരു സൂചനയിലേക്കാണ് പോകുന്നത്. വിനീത് ഹണ്ട എന്ന് പറയുന്ന ഈ കേസൻ എന്ന് പറയുന്ന PR ഏജൻസി കഴിഞ്ഞ 17 വർഷമായി പ്രവർത്തിച്ചതിൽ ഏറ്റവും കൂടുതൽ പണം കൈപ്പറ്റിയിരിക്കുന്നത് BJPയുടെയും മോദി സർക്കാരിൻ്റെയും വിവിധ പ്രൊമോഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ പ്രൊമോഷൻ പ്രോജക്റ്റുകളുടെ പ്രധാനപ്പെട്ട ഇവൻറ്റ് മാനേജ്മെൻ്റ് ആണെങ്കിലും ശരി, അവരുടെ പ്രോജക്റ്റ് ഡിസൈൻ ആണെങ്കിലും ശരി, ഇതുമായി ബന്ധപ്പെട്ട ഈ കമ്പനിയുടെ പേര് നമ്മൾ കാണുന്നു. അങ്ങനെ മോദി സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കമ്പനിക്ക് സർക്കാരിൽ നിന്ന് പണം സ്വീകരിക്കാതെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു അഭിമുഖം തരപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ താല്പര്യം എന്താണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യം ഇതിനുണ്ട്. ആ രാഷ്ട്രീയ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് മുഖ്യമന്ത്രി നൽകിയില്ല. അതുകൊണ്ടാണ് ഈ TD സുബ്രഹ്മണ്യൻ്റെ താല്പര്യം എന്താണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്നത്. അതിനെ ഞാൻ ഒരു തരത്തിലും മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ സംഘപരിവാറുമായി സന്ധി ചെയ്തുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം നടത്തിയതെന്ന് കരുതുന്നതേയില്ല. പകരം PV അൻവറിനെ നേരിടാൻ വേണ്ടിയുള്ള ഒരു മറുപ്രചരണ തന്ത്രം, ഒരു കൗണ്ടർ പ്രൊപ്പഗാൻഡ സ്ട്രാറ്റജി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിച്ചു. പക്ഷേ അത് പാളിപ്പോയി. അത് സെപ്റ്റംബർ 21 മുൻപ് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വിവിധ PR ഏജൻസികൾ വിവിധ മാധ്യമ സ്ഥാപനങ്ങൾക്ക് നൽകി. 21-ാം തീയതി മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതൽ നൽകി. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കാൻ ഈ ഏജൻസി ശ്രമിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പറഞ്ഞ് അത് മൗനത്തേക്കാൾ വലിയ അപകടമുണ്ടാക്കുന്ന, ദുരൂഹതയുണ്ടാക്കുന്ന ഒരു ഉത്തരമായി മാറി എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് PV അൻവറിനെ അടിക്കാൻ ഇനി വേറെ വഴി തേടിപ്പോകുന്നതായിരിക്കും നല്ലത്. ആ കൗണ്ടർ പ്രചരണം പൊളിഞ്ഞിരിക്കുന്നു. അത് അത്യന്തം അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. കാരണം ഈ 35 മണിക്കൂർ സമയം കൊണ്ട് ഒരു ദേശീയ മാധ്യമത്തിൽ മലപ്പുറത്ത് ഇങ്ങനെ ഹവാലയും സ്വർണ്ണക്കടത്തും നടക്കുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള 180 കിലോഗ്രാം സ്വർണവും 123 കോടി രൂപയുടെ ഹവാല പണവും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ഒരു പരാമർശം വന്ന് അതിനെ നിരാകരിക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് 35 മണിക്കൂർ ഇരിക്കുക വഴി അതിന് പടരാവുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും പടരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. കാരണം മലപ്പുറം വിരുദ്ധ പ്രസ്താവനകളിലൂടെ സംഘപരിവാർ നിശ്ചയിക്കുന്ന ഒരു ആഖ്യാനത്തിനും ഒരു അജണ്ടയ്ക്കും അത് വെടിമരുന്നായി മാറുകയായിരുന്നു. അതാണ് ചെയ്തു പോയ തെറ്റ്, രാഷ്ട്രീയമായ തെറ്റതാണ്. ഇന്ന് മുഖ്യമന്ത്രി ആ തെറ്റ് ഏറ്റുപറയുമെന്നാണ് നമ്മൾ കരുതിയത്. സാധാരണ മാധ്യമങ്ങളെ മുഖ്യമന്ത്രി ഉപദേശിക്കാറുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്ത കാര്യത്തിൽ സംഭവിച്ചു പോയ ഒരു വലിയ പാകപ്പിഴവാണ് അത്. നിലവിൽ ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ PR ഏജൻസിയോട് ഈ മുഖ്യമന്ത്രിക്കും കേരള സർക്കാരിനും എന്തിനാണ് കരുണയുണ്ടാവേണ്ടത്? എന്തിനാണ് ഒരു കെയർ ഉണ്ടാവേണ്ടത്? ഒരു കെയറും ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. ശരി, പത്രത്തിൻ്റെ ധാർമ്മികതയെ മുൻനിർത്തി ഇതിലും അധികം ആക്രമണങ്ങൾ മുഖ്യമന്ത്രി നേരിടുന്ന ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രി ആ പത്രസ്ഥാപനത്തിനെതിരെ കേസെടുത്തിട്ടില്ല. കമല ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ പലതരത്തിലും മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് മാധ്യമങ്ങൾ ആക്രമിക്കുമ്പോൾ, തെറ്റായ വാർത്തകൾ നൽകുമ്പോൾ മുഖ്യമന്ത്രി കേസെടുക്കാൻ പോയിട്ടില്ല, മനസ്സിലാക്കുന്നു. പക്ഷേ ദ ഹിന്ദു പത്രത്തെ സാക്ഷിയാക്കിക്കൊണ്ട്, ഹിന്ദു പത്രത്തിൻ്റെ വിശദീകരണക്കുറിപ്പിനെ മനസ്സിലാക്കിക്കൊണ്ടും അത് കണക്കിലെടുത്തുകൊണ്ടും ഈ PR ഏജൻസിക്കെതിരെ കേസ് നൽകുന്നതിന് തടസ്സമില്ലല്ലോ. അതായത് ദ ഹിന്ദു പത്രത്തെ സാക്ഷിയാക്കുക. നിങ്ങൾ ഹിന്ദു പത്രത്തിനെതിരെ കേസ് കൊടുക്കണ്ട. പക്ഷേ ഹിന്ദു പത്രം നൽകിയ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന് അനുകൂലമായൊരു പ്രസ്താവന മുഖ്യമന്ത്രി പറയാതെ മുഖ്യമന്ത്രിയുടെ വായിൽ തിരികിയ PR ഏജൻസിക്കെതിരെ കേസ് കൊടുക്കാൻ എന്ത് രാഷ്ട്രീയ തടസ്സമാണ് മുന്നിലുള്ളത്? തൻ്റെ CPM സഹയാത്രികനായ ദേവകുമാറിൻ്റെ മകനും SFI നേതാവുമായ സുബ്രഹ്മണ്യനോടുള്ള അമിത വാത്സല്യമാണ് കാരണമെങ്കിൽ ആ അമിത വാത്സല്യം പാർട്ടിയെയും ഇടതുമുന്നണിയെയും വലിയ ഊരാക്കുടുക്കിലേക്കാണ് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് വ്യക്തത വരുത്തിയോ എന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം വ്യക്തത വരുത്തിയില്ല എന്ന് മാത്രമല്ല, പറഞ്ഞു കൂടുതൽ കുടുങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.